70 കൊല്ലം മുമ്പ് ഉണ്ടാക്കിയ ഗൂഗിളിൽ നല്ല റേറ്റിംഗ് ഉള്ള ബ്യൂട്ടിഫുൾ കഫേ. ചുറ്റി നടന്ന് കാണാൻ കുറെ സാധനങ്ങളുണ്ട്. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. പിന്നെ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള സ്റ്റാഫ്. ഇവിടുന്ന് കുറച്ചു നേരം കഴിഞ്ഞ് ഞങ്ങൾ പുറത്താക്കപ്പെടും. ഓ, എന്താ സംഭവം പറ കേക്കട്ടെ. എമ്മാരും മെനു അല്ലേ, സോളിഡ് വുഡ്. ഇന്നും കിട്ടിയില്ലേ? കിട്ടി. പോർക്കാട് ആദ്യം വന്നത് ഇതെനിക്ക് മാത്രം സ്വന്തം. സ്പൈസസ് ഉണ്ട്, നല്ലോണം സ്പൈസസ് ഉണ്ട്, നല്ല സ്പൈസ് മിക്സാ. പക്ഷെ എരിവില്ല, എരിവ് കുറച്ചേ ഉള്ളൂ. പുളിയാണ്. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. See, absolutely 100% pork in the fat, and it's in നല്ല മസാല. പട്ടിയുടെ വാല് പന്തിരാണ്ട് കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്? എന്റെ പൊന്നോ, ഒടുക്കത്ത അഭിനയം. പോർക്കിന്റെ ഫാറ്റിന്റെ ഉള്ളിൽ നമ്മൾ ചവക്കുമ്പോ അത് പ്ലസ് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന കൈൻഡ് ഓഫ് സ്പൈസസ്. വയസ്സാം കാലത്ത് വല്ലാത്ത കഴപ്പാണല്ലേ. ഇതുവരെ എല്ലാം ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പൊ ഒരു 10-40 വയസ്സുള്ള മനുഷ്യൻ കയറി വരുന്നു, വിത്തിൻ 2-3 മിനിറ്റ്സ് ഞങ്ങളെ പിടിച്ച് പുറത്താക്കും. അപ്പൊ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. എന്തിനാണ് ഞങ്ങളെ പുറത്താക്കിയത്? ഞങ്ങൾക്ക് ഒരു പിടിയില്ല. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. അവർ രണ്ടുപേരും പോക്ക് കഴിക്കാത്തത് കൊണ്ടാണോ അതോ വേറെ വല്ലതും ഞങ്ങൾ ചെയ്തുകൊണ്ടാണോ ഞങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു പണക്കാരനെ ബഹുമാനിക്കാൻ ശീലിക്കണോ? ബഹുമാനിക്കാൻ ശീലിക്കും. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. കഴിച്ച പോർക്കിന്റെ കാശ് കൊടുക്കാൻ നോക്കിയപ്പോ അങ്ങേര് പറഞ്ഞു, എന്റെ കാലിൽ കിടക്കുന്ന ഷൂസിന്റെ ഒന്നും വില പോലും നിനക്കില്ലടാ, ഇറങ്ങിപ്പോടാ. വിഷമിക്കാതിരിക്കും, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു. ഇങ്ങനെ തീർന്നെന്ന് കരുതിയാ മതി. അതൊക്കെ ഷൂസിനൊക്കെ വലിയ വിലയുള്ള കാലമാണ്. പക്ഷെ എന്തിനാ പുറത്താക്കിയേ? ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. പക്ഷെ പോർക്കിന്റെ കാശ് മുമ്പിൽ വാങ്ങിച്ചില്ല, മുമ്പിൽ അഭിമാനിയാ. പൈസ വാങ്ങിയില്ല, നല്ല തെറിയും പറഞ്ഞു. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഈ റെസ്റ്റോറന്റ് ഞങ്ങളുടെ ബാക്കപ്പ് പ്ലാൻ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ പരിപാടി ഉണ്ടാവും. അവിടുന്ന് ഫുള്ള് കഴിച്ച് ഫുള്ളായി വന്നു ചേട്ടാ ഇവന്മാർ രണ്ടുകൂടായി പുറപ്പാ. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. എനിക്ക് അപ്പോഴേ തോന്നി. ഞാൻ പോകുന്നു. ബൈ ബൈ. അയ്യോ, വഴി മാറി.